ഹലോ, മലബാർ കീ മാർക്കറ്റിൽ നിന്നാണ്. നമ്മൾ ഫോർഡ് ഓട്ടോമാറ്റിക് പുതിയ 2M2 മെഷീനിൽ കട്ട് ചെയ്യാണ്. 2M2 ടാങ്കിൽ അതെങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്നുള്ള രീതിയാണ് കാണിക്കുന്നത്. 1-2 കീ നമ്മൾ കട്ട് ചെയ്തിരുന്നു. അപ്പോൾ നമ്മൾ വേറൊരു കീ വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്യാണ്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യാം, നമ്മൾ ഒറിജിനൽ ക്ലാമ്പ് മാറ്റിയിട്ട് ഫോർഡിൻ്റെ ക്ലാമ്പ് ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാം, ഫിക്സ് ചെയ്യാം. അല്ലെങ്കിൽ ഊരിയിട്ട് നമുക്ക് ഫിക്സ് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യാം, അല്ലെങ്കിൽ ടൈറ്റ് ചെയ്യാം. അത് ചെയ്ത് കഴിഞ്ഞ ശേഷം നമുക്ക് ബാക്കിലൊരു USB ഉണ്ട്, കേബിൾ കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കായി കട്ട് ചെയ്യാണ് ചെയ്യാറ്. ഇത് ടൈറ്റ് ചെയ്യാൻ ഇതിൻ്റെ കൂടെ തന്നെ 2 സ്ക്രൂ പോലത്തെ നമുക്ക് 2 സ്പാനർ വരുന്നുണ്ട്. അത് വെച്ചിട്ട് നമുക്ക് ടൈറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇതിപ്പോൾ ഫോർഡ് ബ്ലാങ്കിൽ പോയി ബ്ലേഡ് സെലക്ട് ചെയ്തു. ബ്ലേഡ് സെലക്ട് കഴിഞ്ഞാൽ ഇത് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യണമെന്നറിയോ, അത് ടൈറ്റ് ചെയ്യുമ്പോൾ നല്ല വൃത്തിയായിട്ട് ടൈറ്റ് ചെയ്യണം. കൂടാതെ ഇതിൻ്റെ പ്രോബ് നമ്മൾ ഊരി മാറ്റിയിട്ടാണ് ചെയ്യുക. പ്രോബിൻ്റെ ആവശ്യമില്ല അതിന്. ഓക്കെ, പ്രോബ് നമ്മൾ ഊരി മാറ്റും. അത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഇതാണല്ലോ ടൈറ്റ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ടൈറ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വേറെ കീ വെച്ച് ടൈറ്റ് ചെയ്യുന്നതാണ്. ഇതേപോലെ നമുക്ക് ബ്ലേഡും ഇതേപോലെ തന്നെയാണ് നമ്മൾ ടൈറ്റ് ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് ഈ സാധനം നമുക്ക് ഇങ്ങോട്ട് നീക്കി വെച്ചിട്ട് കട്ട് ചെയ്യാണ്. ഓക്കെ അടിച്ച് നമ്പർ കൊടുത്തു. നമ്മൾ 423142 എന്നുള്ള നമ്പർ കൊടുത്തു. ഓക്കെ അടിച്ചു, കണ്ടിന്യൂ കൊടുത്തു. എന്നിട്ട് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ബ്ലേഡ് വെച്ച് തന്നെയാണ് ഇത് സ്കാൻ ചെയ്യുക. ഇതിന് നമുക്ക് ട്രൈസർ ഉണ്ടാവില്ല, ബ്ലേഡ് മാത്രമാണ് വെച്ചിട്ട് സ്കാൻ ചെയ്യുക. ഇത് ബ്ലേഡ് സ്കാൻ ചെയ്തിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് കീ കട്ട് ചെയ്യും. കട്ട് ചെയ്ത കീൻ്റെ ഫോട്ടോ ലാസ്റ്റ് ഞാൻ വിടുന്നുണ്ട്. നല്ല വൃത്തിയായ ഫോട്ടോ തന്നെ, നല്ല വൃത്തിയായിട്ട് നമുക്ക് കട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതിപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് കൊണ്ടിരിക്കുന്നതാണ്. ഇതാണല്ലേ, ഇത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ തിരിയാണ് ചെയ്യുക കേട്ടോ. ഇത് ഓട്ടോമാറ്റിക് നമ്മൾ സാധാരണ വേറെ മെഷീനിലൊക്കെ നമ്മൾ എന്ത് ചെയ്യാണ്, കറക്കി കൊടുക്കുകയാണ് ചെയ്യുക. നമ്മൾ അതിനെ 2 2 മാറ്റി കൊടുക്കുക, 4 മാറ്റി കൊടുക്കുക, അങ്ങനെ നമ്മൾ ചെയ്യാം. പക്ഷേ ഇതിലാകുമ്പോൾ നമുക്ക് അങ്ങനെ വേണ്ട. നമ്മൾ നമ്പർ സെറ്റ് ചെയ്തിട്ട് ഓക്കെ അടിച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട്, ഇത് വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് എന്ത് ചെയ്യും, ആ കട്ടിങ്ങിനനുസരിച്ചിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് കറങ്ങുന്നുണ്ട്. ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. കട്ടിങ്ങൊക്കെ നല്ല പെർഫെക്റ്റ് കട്ടിങ്ങായിട്ട് തന്നെ വന്നിട്ടുണ്ട്. കട്ടിങ്ങിന് വ്യത്യാസങ്ങളൊന്നുമില്ല. അല്ല, ഓട്ടോമാറ്റിക്കായിട്ടാണ് നമ്മൾ ഇത് കറങ്ങുന്നത്. സ്കാൻ ചെയ്തിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ആ 2 കറങ്ങിയിട്ടാണ് കട്ട് ചെയ്യുന്നത്. 4 4 കറങ്ങിയിട്ട് കട്ട് ചെയ്യാണ് ഓട്ടോമാറ്റിക്. പിന്നെ അത് മറുഭാഗം കട്ട് ചെയ്യാനും ഇതേപോലെ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഇത് വീഡിയോയിൽ തന്നെ ഉണ്ട്. ഓട്ടോമാറ്റിക്കായി നിന്ന് കഴിഞ്ഞിട്ട് മറുഭാഗത്തേക്ക് ഫുള്ളാണല്ലേ, ഇപ്പോൾ നമ്മൾ പോയി ഇനി അത് ഫുള്ള് റോൾ ചെയ്തിട്ട് മറുഭാഗത്തേക്ക് കട്ട് ചെയ്യും. അങ്ങനെ ഇപ്പോൾ ഇത് 2 കട്ട് ചെയ്തിട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്ത വീഡിയോ ആണ് ഇപ്പോൾ ഫോട്ടോ നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ ഇത് നമുക്ക് 2M2 ടാങ്കിൽ മാത്രമാണ് ഇങ്ങനെയുള്ളത്. വേറെ ഒരു മെഷീനും നമുക്ക് എന്ത് ചെയ്യുന്നില്ല. ഇതേപോലെ ഓട്ടോമാറ്റിക് ഫോർഡ് കട്ട് ചെയ്യാൻ വരുന്ന ഒരു ക്ലാമ്പ് വരുന്നില്ല. ഇതിൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് കട്ട് ചെയ്യാൻ ക്ലാമ്പ് വരുന്നുണ്ട്. ക്ലാമ്പ് നമുക്ക് മെഷീൻ കൊടുത്ത ആൾക്കാർക്കും ഇനി മെഷീൻ കൊടുക്കാനുള്ള ആൾക്കാർക്കും അടുത്ത 20-ാം തീയതി ആകുമ്പോഴത്തേന് നമുക്ക് അടുത്ത 30-ാം തീയതി ആകുമ്പോഴത്തേന് നമുക്ക് ക്ലാമ്പൊക്കെ എത്തും. അപ്പോൾ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഫോർഡ് കട്ട് ചെയ്യാൻ ബെസ്റ്റ് ചോയ്സാണ്. നല്ല രീതിയിൽ കട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പം മെഷീനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ സമീപിക്കാം.